നമസ്കാരം. മനസ്സിന്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖങ്ങളും വേദനകളും മറ്റു ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ എന്തോ തട്ടിപ്പാണെന്നും അന്ധവിശ്വാസമാണെന്നും അല്ലെങ്കിൽ വല്ല മന്ത്രവാദമാണെന്നൊക്കെ തോന്നാം. തെറ്റിദ്ധരിക്കണ്ട, ഇതൊന്നുമല്ല. നിങ്ങളുടെ മൈൻഡിന്റെ പവർ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നമ്മുടെ ശരീരവും മനസ്സും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. പലപ്പോഴും ആ കോർഡിനേഷൻ എവിടെയൊക്കെയോ നമുക്ക് വിട്ടുപോകുന്നു. ടെക്നോളജി, തിരക്കുകൾ, സ്ട്രെസ്, ഡിപ്രഷൻ, ഇങ്ങനെ പലതുമാകാം നമ്മളെ അൺഹെൽത്തി ആക്കുന്ന കാര്യങ്ങൾ. ഇതിലൂടെ ആരോഗ്യം മാത്രമല്ല ക്ഷയിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ ശക്തി കൂടിയാണ്. അനാവശ്യമായ ഭയം, ടെൻഷൻ, ആശങ്ക, ആത്മവിശ്വാസമില്ലായ്മ, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരിക, ഇതൊക്കെ ഇതിന്റെ ഫലമായി വരുന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിന്റെ പവർ മനസ്സിലാക്കിയാൽ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഇല്ലാതാക്കാനും നിയന്ത്രിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ മിസ്സിംഗ് ആയിട്ടുള്ളത്, സന്തോഷമാണോ, സമാധാനമാണോ, സമ്പത്താണോ, അതിനെയെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ അതിജീവിച്ചവരുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ മരുന്ന് കൃത്യമായി എടുക്കുന്നത് മാത്രമല്ല അതിന് കാരണം. മനസ്സിന്റെ സന്തോഷവും ആരോഗ്യവും നിലനിർത്തുന്നതുകൂടിയാണ് രോഗമുക്തി വേഗത്തിലാക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന വെറുതെ പറയുന്ന കഥകളായിരിക്കും ഇതൊക്കെ എന്നായിരിക്കും കരുതുക, അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ പുറംലോകവുമായി ഒരുപാട് ബന്ധപ്പെടുന്നുണ്ട്. ഇന്റർനെറ്റ് വഴി, മൊബൈൽ ഫോൺ വഴി, ടെലിവിഷൻ വഴിയൊക്കെ. പക്ഷേ നമ്മളിലേക്ക് എത്തുന്ന മിക്ക വാർത്തകളും കഥകളും നെഗറ്റീവായിരിക്കും. മരണം, അസുഖങ്ങൾ, മറ്റു ദുരന്തങ്ങൾ ഒക്കെ നിരന്തരം ഷോർട്സായും റീൽസായും വാർത്തകളായും ഒക്കെ കണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ എവിടെയോ ഒരു പേടി കിടക്കും. ഈ പേടിയും ആശങ്കയും നമ്മുടെ ചിന്തകളും നെഗറ്റീവാക്കും. പുറത്ത് എത്രയൊക്കെ ചിരിച്ചാലും അകമേ പേടിച്ചും വിഷമിച്ചും ജീവിക്കുന്നവരാകും നമ്മൾ. അപ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ പതുക്കെ ഓരോ അസുഖങ്ങൾ തലപൊക്കും. ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്കും വീണ്ടും പേടി കൂടും. പിന്നീട് ഇതിന്റെ തുടർച്ചയായി ഓരോ അസുഖങ്ങൾ. ഒരു രോഗവുമില്ലാത്ത ആരുമുണ്ടാകില്ല. എന്നാൽ അതിനിടയിലും മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തി സന്തോഷത്തോടെ മുന്നോട്ടു പോകാനായാൽ ദീർഘായുസ് മാത്രമല്ല, എങ്ങനെയൊക്കെയോ കാലം കഴിക്കാതെ അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാം. സോ ഫ്രണ്ട്സ്, ഓഡിയോപീഡിയയുടെ മറ്റൊരു ബുക്ക് സമ്മറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് പവർ ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന വിശ്വാസത്തിൽ നമുക്ക് തുടങ്ങാം. പവർ ഓഫ് മൈൻഡ്. നമ്മൾ അറിയാത്ത തലത്തിലുള്ള ഒരു ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനുണ്ടെന്നാണ് ഈ പുസ്തകം പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ മൂലം വിഷമിക്കുന്നവരാണെങ്കിൽ ആ അസുഖത്തെ മനഃശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് അടിവരയിട്ട് പറയുന്നു ഈ പുസ്തകം. മനസ്സിന്റെ പവർ വ്യക്തമാക്കി തരുന്ന ഒരു റിയൽ സ്റ്റോറി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ബുക്ക് സമ്മറിയിലേക്ക് കടക്കാം. സ്വന്തം മനസ്സിന്റെ ശക്തി കൊണ്ട് മരണത്തെ വരെ തോൽപ്പിച്ച ഒരു വ്യക്തിയുടെ കഥയാണിത്. 1975 അമേരിക്കയിൽ ജോൺ റൈറ്റ് എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 50 വയസ്സുണ്ടായിരുന്നു അന്ന്. ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് തലവേദനയും ക്ഷീണവും അനുഭവപ്പെട്ടു. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഒരുപാട് പരിശോധനകളും മറ്റും ചെയ്തു. ഒടുവിൽ അസുഖം ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തു. ഡോക്ടർ ജോണിനോട് പറഞ്ഞു, സോറി, നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി ഈ അസുഖം ഡിറ്റക്ട് ചെയ്യാൻ. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ വഴികളിലൂടെയും പരിശ്രമിച്ചു നോക്കാം. വിശ്വാസം കൈവിടരുതെന്ന് അദ്ദേഹം ജോണിനോട് പറഞ്ഞു. അതേസമയം ജോണിന് വെറും 6 മാസം മാത്രമാണ് ലൈഫ് സ്പാൻ ഡോക്ടർ നിർണയിച്ചിരുന്നത്. അത്രമാത്രം അസുഖം വ്യാപിച്ചിരുന്നു. ജോണിന്റെ കുടുംബത്തിലുള്ളവർ രോഗവിവരം വലിയ ഞെട്ടലോടെയാണ് ഉൾക്കൊണ്ടത്. മനസ്സ് തളർന്നും ഒരുപാട് കരഞ്ഞും അവർ രോഗത്തെ നേരിട്ടു. പക്ഷേ ജോൺ അസുഖവിവരം അറിഞ്ഞിട്ടും ഒട്ടും തളർന്നില്ല. അദ്ദേഹം ചിന്തിച്ചത് ഇനിയും 6 മാസം കൂടി ബാക്കിയില്ലേ എന്നായിരുന്നു. ഈ 6 മാസം ഞാൻ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് എന്റെ കുടുംബത്തിന്റെ കൂടെ ചിലവിടുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. കഥ ഇവിടെ തീരുന്നില്ല. യഥാർത്ഥ ട്വിസ്റ്റ് ഇനിയാണ് വരുന്നത്.
ജോൺ ഒരു തീരുമാനം കൂടി എടുത്തു. ഇനിയുള്ള 6 മാസത്തിൽ ഓരോ ദിവസവും നല്ല പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ എന്ന്. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ച് ഞാൻ ഓക്കെയാണ്, ഞാൻ ഹെൽത്തിയാണ് എന്ന് സ്വയം വിശ്വസിപ്പിച്ചു. ഇത് മാത്രമല്ല, അദ്ദേഹം തനിക്കൊരു രോഗമുണ്ടെന്ന ചിന്തയെ കൊണ്ടു നടന്നില്ല. പഴയതിലും എനർജറ്റിക്കായി, ഹാപ്പിയായി തനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം സ്വയം കരുതി. ഇതിനെല്ലാം പുറമെ പോസിറ്റീവായ സിനിമകളും മറ്റ് വീഡിയോസും കോമഡി ഷോസും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെയായി അദ്ദേഹം താല്പര്യം കാണിച്ചു. നെഗറ്റീവായ കാര്യങ്ങൾ കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. അദ്ദേഹം രോഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനു പകരം തന്റെ ഹെൽത്തി ലൈഫിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. അങ്ങനെ 6 മാസം കഴിഞ്ഞു. ജോൺ മരിച്ചില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴും ജോൺ ജീവനോടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 വർഷമായപ്പോൾ ജോണിന്റെ ടെസ്റ്റുകളൊക്കെ ഡോക്ടേഴ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു. ആ റിപ്പോർട്ട് കണ്ട് ഡോക്ടർമാർ അമ്പരന്നുപോയി. കാരണം മരണം വിധിച്ച രോഗിയായിരുന്ന ജോൺ ക്യാൻസറിന്റെ സിംറ്റംസ് ഒന്നും ശരീരത്തിൽ അവശേഷിപ്പിക്കാത്ത തരത്തിൽ സുഖം പ്രാപിച്ചിരിക്കുന്നു. ചികിത്സിച്ച ഡോക്ടർമാർ പോലും യഥാർത്ഥത്തിൽ റിസൾട്ട് കണ്ട് ഞെട്ടിപ്പോയി. അവർ ജോണുമായുള്ള സംസാരത്തിനിടയ്ക്ക് ചോദിച്ചു, ഞങ്ങൾ ചിന്തിച്ചതിലും വേഗത്തിലുള്ള റിക്കവറിയാണ് ജോണിന് നടന്നത്. ശരിക്കും വളരെ അപകടകരമായ അവസ്ഥയിലായിരുന്നു ജോൺ. എന്നാൽ ഇന്ന് അസുഖത്തിന്റെ ഒരു തരിമ്പ് പോലും അവശേഷിക്കുന്നില്ല. ഇതിനെ മിറാക്കിൾ എന്നല്ലാതെ എന്താണ് പറയുക എന്ന്. അപ്പോൾ ജോൺ ഡോക്ടറോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അസുഖം കണ്ടെത്തിയതു മുതൽ ഞാൻ രോഗിയാണെന്ന ചിന്ത എനിക്കില്ലായിരുന്നു ഡോക്ടർ. ഞാൻ എങ്ങനെ ജീവിച്ചോ അതിനേക്കാൾ ഹാപ്പിയും പോസിറ്റീവുമായിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും ഹെൽത്തി ലൈഫ് എന്ന ചിന്ത മാത്രമേ എന്റെ മുൻപിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരിക്കും ജോണിന്റെ അസുഖം ഭേദപ്പെട്ടത്? പറയാം. ജോൺ എന്നും അതിരാവിലെ ഉണർന്ന് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുകയും ഒരു ഹെൽത്തി ലൈഫ് ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ആ പോസിറ്റീവ് തോട്ട്സ് ജോണിന്റെ ശരീരത്തിൽ ഉണർവുണ്ടാക്കി, പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കി. ഇത് അദ്ദേഹത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പോലും സ്ട്രോങ് ആക്കി മാറ്റി. അതോടെ പതുക്കെ ബോഡി ഹീലിംഗ് സ്റ്റേറ്റിലേക്ക് മാറി. ഇതിനെ പ്ലെസിബോ ഇഫക്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു ദിവസമോ ഒരു മാസമോ അല്ല ജോൺ ഈ ഒരു പതിവ് രീതി പിന്തുടർന്നത്. മാസങ്ങളോളം, ഏതാണ്ട് 2 വർഷത്തോളമാണ്. ജോൺ തന്റെ രോഗത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ട് കരഞ്ഞു തളർന്നിരുന്നെങ്കിൽ ശരിക്കും 6 മാസം പോലും അദ്ദേഹം ജീവിക്കുമായിരുന്നില്ല. പകരം തന്റെ ചിന്തകളെ പോസിറ്റീവാക്കി ഹാപ്പിയാക്കി നിർത്തിയപ്പോൾ രോഗത്തെ വരുതിയിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളാണെങ്കിൽ അസുഖത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നറിയുക. അതിനു വേണ്ടത് നിങ്ങളുടെ മൈൻഡിനെ ശക്തിപ്പെടുത്തുകയാണ്. മൈൻഡിന്റെ പവർ അൺലോക്ക് ചെയ്യാൻ, അതിന്റെ ശക്തി മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. അപ്പോൾ എങ്ങനെയാണ് അസുഖങ്ങളെ ചെറുക്കുക? മനസ്സിന്റെ പവർ എങ്ങനെ വർദ്ധിപ്പിക്കാം? വെറും ചിന്തകൾ കൊണ്ട് അസുഖങ്ങളെ വരുതിയിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായും. അസുഖങ്ങൾ ഇല്ലാതാക്കാൻ മാത്രമല്ല, ആഗ്രഹിച്ചത് നേടാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഈ മൈൻഡ് പവറിലൂടെ. ഇതിന്റെ രഹസ്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. ഈ ഓഡിയോ ബുക്കിൽ 6 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ 6 ചാപ്റ്റേഴ്സും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക. ചാപ്റ്റർ 1, ദ ഹിഡൻ പവർ ഓഫ് മൈൻഡ്. മുൻപ് ചെയ്ത പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിന്റെ ശക്തിയെക്കുറിച്ച്. ദ മൈൻഡ് ഈസ് എവറിത്തിങ്, മാസ്റ്റർ യുവർ മൈൻഡ്, മൈൻഡ് സെറ്റ്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ പുസ്തകങ്ങളൊക്കെ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. കാണാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് മൈൻഡിന്റെ പവറിനെ കുറിച്ചാണ്. നമ്മുടെ സ്വന്തം മനസ്സാണെങ്കിലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് തന്നെ പിടികിട്ടാറില്ല. നമ്മളൊന്ന് മൂഡ് ഓഫ് ആകുമ്പോൾ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത് എന്നതിനുള്ള ഉത്തരം മൈൻഡിലുണ്ട്. പക്ഷേ
പലപ്പോഴും ഒരുപാട് കാരണങ്ങൾ കെട്ടുപിണഞ്ഞു കിടന്ന് നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാകാത്ത അവസ്ഥയിലേക്കെത്തും. ഇവിടെയാണ് നമ്മൾ നമ്മളെ കേൾക്കാൻ, മനസ്സിനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നതും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിശ്വാസം തോന്നണമെന്നില്ല. പക്ഷെ സത്യം ഇതാണ്, നമ്മുടെ ചിന്തകളുടെ റിഫ്ലക്ഷൻസ് ആണ് നമ്മുടെ ജീവിതം. ചിലരെ കണ്ടിട്ടില്ലേ, അവർ വലിയ പരിശ്രമങ്ങളൊന്നുമില്ലാതെ നല്ല ജോലിയും മറ്റ് നേട്ടങ്ങളുമെല്ലാം കൈവരിക്കുന്നത്. അതേസമയം മറ്റു ചിലർ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഒരു ഉയർച്ചയുമില്ലാതെ എന്നും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും നടുവിലായിരിക്കും. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം നമ്മുടെ മനസ്സിന്റെ, ബ്രെയിനിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി നിങ്ങളുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ ശേഷിയുള്ള ശക്തിയാണ്. അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നു. ഈ ശക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ പിന്നെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിലായി. അതോടെ സന്തോഷം, സമാധാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നിങ്ങളിലേക്കെത്തും. നമ്മൾ നിരന്തരം ചിന്തിക്കുന്നതാണ് നമ്മളാവുക. നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവായ നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും. നെഗറ്റീവായ കാര്യങ്ങളാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ നെഗറ്റീവ് തിങ്സ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് തോട്ട് ഫാക്ടേഴ്സ് ആണ് ഒരാളെ സന്തോഷവാനും മറ്റേയാളെ ദുഃഖിതനുമാക്കുന്നത്, ഒരാളെ സമ്പന്നനും മറ്റേയാളെ ദരിദ്രനുമാക്കുന്നത്, ഒരാളെ സക്സസ്ഫുള്ളും ഒരാളെ പരാജിതനുമാക്കുന്നത്. നിങ്ങൾ ചിന്തകളെ പോസിറ്റീവാക്കാതെ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. പോസിറ്റീവ് തോട്ട്സും അതിന് ഈക്വലായി ഹാർഡ് വർക്കും ഒന്നിച്ചു വരുമ്പോഴാണ് സക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ സക്സസിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ നിന്നാണ്. ഈ മൈൻഡിന്റെ ഹിഡൻ പവർ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ സാധിക്കും. സക്സസ് ആയവർ ഒരിക്കലും മനസ്സ് വിഷമിച്ചിരിക്കാറില്ല. അവർ ജീവിതത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ നടന്നാലും അതിനെ പോസിറ്റീവായി കണ്ട് മുന്നോട്ടു പോകും. അതിൽ വിഷമിച്ച് കുടുങ്ങിക്കിടക്കില്ല. ഉയർച്ചയും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ചിന്തകളാണ് അവർ നിരന്തരം സബ് കോൺഷ്യസ് മൈൻഡിൽ നിറയ്ക്കുക. അതിനാൽ തന്നെ ഒരു മാഗ്നറ്റ് പോലെയാണ് അവരുടെ മനസ്സ് പ്രവർത്തിക്കുക. സമ്പത്തും സന്തോഷവും അവസരങ്ങളും അവരിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി ഈ ഹിഡൻ മൈൻഡ് പവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡാവും. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ആ ചിന്തകളിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവ് ചെയ്യും. ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് എത്തിക്കും. നെഗറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായും നെഗറ്റീവായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫലമായി ലഭിക്കുക. നിങ്ങൾ എന്ത് കാര്യത്തിലും നെഗറ്റീവായി ചിന്തിക്കുന്ന ആളാണോ? ഒരു ദുരന്ത വാർത്ത കേട്ടാൽ എന്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുമോ എന്ന് നിങ്ങൾ പേടിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം കൂടിയാണ് തകർക്കപ്പെടുന്നതെന്ന്. ഇത്തരം നെഗറ്റീവ് തോട്ട്സിൽ നിന്നും നെഗറ്റീവ് വാർത്തകളിൽ നിന്നുമെല്ലാം വിട്ടു നിൽക്കാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കാനും ചിന്തിക്കാനും ശ്രമിക്കുക. നിങ്ങൾ ഇന്ന് ഏതവസ്ഥയിലായാലും എത്രമാത്രം നെഗറ്റീവായി ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് മാറ്റം സാധ്യമാണ്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ പരിശ്രമിക്കുക. തുടക്കത്തിൽ ചിലപ്പോൾ ഈസിയായി തോന്നണമെന്നില്ല. പക്ഷേ ഞാൻ പോസിറ്റീവായി മാത്രമേ കാര്യങ്ങളെ കാണൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചാൽ നിങ്ങൾക്കത് തീർച്ചയായും സാധിക്കും. എന്തിനേയും പോസിറ്റീവായി കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓർമ്മിക്കുക, മൈൻഡിന്റെ ഹിഡൻ പവർ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്, നമ്മുടെ ചിന്താശേഷിയാണ്. നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ നല്ലത് സംഭവിക്കും. ഇനി ചിന്തിക്കുന്നത് മോശമായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അതുപോലെ വേദനകളും ദുഃഖവും ഭയവും ഒക്കെ നിറഞ്ഞതായി മാറും. ജിം ക്യാരി
എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഹോളിവുഡിൽ മികച്ചൊരു ആക്ടറായി അറിയപ്പെടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അതിലേക്കുള്ള വഴികൾ അദ്ദേഹത്തിന് അജ്ഞാതമായിരുന്നു. മാത്രമല്ല, കയ്യിൽ പണമോ അവസരങ്ങളോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് മനസ്സ് നിറയെ ഹോളിവുഡ് നടനാവുക എന്ന ആഗ്രഹം മാത്രം. ആ ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിനുള്ളിൽ നിരന്തരം ഉണ്ടായിരുന്നത്. തനിക്കെങ്ങനെയും ഒരു നടനാകണം എന്ന ആഗ്രഹത്തിൽ ഓരോ ദിവസവും കടന്നുപോയി. സിനിമകളിൽ അഭിനയിക്കുന്നതും ഫേമസ് ആവുന്നതും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതും എല്ലാം ജോൺ കാരി സ്വപ്നം കണ്ടു. താമസിയാതെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറുകയും ചെയ്തു. ജിം കാരി ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാറായി മാറി. ജിം കാരി നിരന്തരം തന്റെ ആഗ്രഹം ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ ചിന്തകൾ ആവർത്തിക്കപ്പെട്ടപ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡായി. പിന്നീട് ജിം ആ ആഗ്രഹത്തിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ തുടങ്ങി. അതോടെ അദ്ദേഹത്തിലേക്ക് അവസരങ്ങൾ കടന്നുവന്നു. തന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിലൂടെയാണ് ജിം കാരിക്ക് ആഗ്രഹം സഫലമാക്കാൻ സാധിച്ചത്. സക്സസ് ആകുന്നവരെല്ലാം ഇങ്ങനെയാണ്. അവർ തന്റെ മൈൻഡ് പവർ ആക്ടിവേറ്റ് ചെയ്ത് ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ പേടിയും ആശങ്കയും മറ്റും കൊണ്ട് ആ മൈൻഡ് പവറിനെ നശിപ്പിക്കുന്നു. ഈ മൈൻഡ് പവറിന് നിങ്ങളെ പണക്കാരനാക്കാനും പറ്റും, ദരിദ്രനാക്കാനും പറ്റും, സക്സസ് ആക്കാനും പറ്റും, പരാജിതനാക്കാനും പറ്റും, രോഗിയാക്കാനും പറ്റും, ആരോഗ്യവാനാക്കാനും പറ്റും. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് പവറിനോട് എന്താണ് നിരന്തരം ആവശ്യപ്പെടുന്നത്? നല്ലതോ ചീത്തയോ? ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തെ ദാരിദ്ര്യം നിറഞ്ഞതായും വിഷമം നിറഞ്ഞതായും സന്തോഷമില്ലാത്തതായുമാണോ കാണുന്നത്? എങ്കിൽ അതുമാത്രമേ തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അതല്ല, നിങ്ങൾ ഉന്നത ജോലി നേടുന്നതും ഹാപ്പി ആയിരിക്കുന്നതും ഹാപ്പി ഫാമിലി ലൈഫ് നയിക്കുന്നതും സമ്പന്നനാകുന്നതും വിദേശയാത്ര പോകുന്നതും രോഗമുക്തി നേടുന്നതുമൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ സ്വപ്നം മൈൻഡ് പവറിനെ ആക്ടിവേറ്റ് ചെയ്ത് അവ നിങ്ങൾക്ക് ലഭ്യമാകും, താമസിയാതെ തന്നെ. ഈ സത്യം തിരിച്ചറിയുക. ഇനി മുതൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ചാപ്റ്റർ 2 ദ സീക്രട്ട് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്നത് നമ്മുടെ അൺകോൺഷ്യസ് ആയ ബ്രെയിനാണ്. നമ്മുടെ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ എല്ലാ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അതായത് ഉപബോധ മനസ്സ്. ഈ പ്രവൃത്തികളെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാനാണോ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രയാസമായിട്ടുള്ളത്? അതെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് പറഞ്ഞറിയിക്കാനാവില്ല. അതിന് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. എന്താണോ നിങ്ങളുടെ ആഗ്രഹം, എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, അത് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സമ്പന്നനാകാനാണ് ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് വിജയിക്കാനോ, വീട് വെക്കാനോ, പരീക്ഷയിൽ പാസ്സാവാനോ, ഒരു നടനാവാനോ, ഒരു സിംഗർ ആവാനോ, അങ്ങനെ എന്തുമാകാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹത്തെ ആദ്യം നിങ്ങൾ തന്നെ കൃത്യമായി ഉറപ്പിക്കുക. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇനി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം എത്തിക്കണം. അത് എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ബോധവാനായിരിക്കുക. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ആ ആഗ്രഹത്തെ ഏറ്റെടുത്ത് നിങ്ങളെക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിപ്പിക്കും. ആ ലക്ഷ്യം നേടാനുള്ള അവസരങ്ങളും മാർഗങ്ങളും നിങ്ങൾക്ക് കാട്ടിത്തരും. എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം ഏറ്റവും എളുപ്പമായി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കുക? അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് പേപ്പറിൽ എഴുതുകയാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വളരെ എളുപ്പമാണെന്നാണ് പറയുന്നത്. ലക്ഷ്യത്തെ സബ് കോൺഷ്യസ് മൈൻഡിനെ തിരിച്ചറിയിക്കുക എന്നതാണ് ആദ്യത്തെ കടമ. ആദ്യം നമ്മുടെ മനസ്സിനെ രണ്ടായി നമുക്ക് കാണാം. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലാണ് ഇരിക്കുന്നത്. അതാണ് ലോജിക്കൽ ബ്രെയിൻ. അതേസമയം സബ് കോൺഷ്യസ് മൈൻഡ് എന്നത് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്തവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അതായത് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ബ്ലഡ് സർക്കുലേഷൻ എന്നിവ. കോൺഷ്യസ് മൈൻഡിന്റെ കയ്യിൽ നിങ്ങളുടെ ബ്രെയിനിന്റെ 10% പവർ മാത്രമേ ഉള്ളൂ എങ്കിൽ
സബ് കോൺഷ്യസ് മൈൻഡിലാണ് ബാക്കി 90% പവറും ഇരിക്കുന്നത്. എന്നാൽ ഇത് തിരിച്ചറിയാതെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നതാണ് സത്യം. പഠിത്തത്തിൽ ടോപ്പർ ആവുന്നവർ അല്ലെങ്കിൽ ജീവിതത്തിൽ ജോലിയിൽ ഒക്കെ സക്സസ് ആവുന്നവർ കോൺഷ്യസ് മൈൻഡിനെയും അൺകോൺഷ്യസ് മൈൻഡിനെയും ഒരുമിച്ച് ഉപയോഗിക്കുന്നവരാണ്. അതായത് അവരുടെ ബ്രെയിൻ 100% വർക്ക് ചെയ്യുന്നു. അതേസമയം പഠിത്തത്തിൽ വീക്കായവർ, കരിയറിൽ പരാജയപ്പെട്ടവർ, അവർ കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ബ്രെയിനിന്റെ 10% മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. പിന്നെ എങ്ങനെയാണ് നമ്മളെല്ലാവരും സക്സസ്ഫുൾ ആവുക? അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ മനസ്സിലാക്കി അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് തിരിച്ചറിയണം. ചാപ്റ്റർ 3, ദ സയൻസ് ഓഫ് ടേണിംഗ് തോട്ട്സ് ഇൻ ടു റിയാലിറ്റി. നിങ്ങളുടെ മനസ്സിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ശരിക്കും നിങ്ങൾക്കറിയാമോ? കോൺഷ്യസ് മൈൻഡ് നമ്മുടെ 5 സെൻസസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചും എക്സ്പീരിയൻസ് ചെയ്തുമാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിലൂടെ ഉണ്ടാവുന്ന വിശ്വാസങ്ങളും അനുഭവങ്ങളും അതുപോലെ ഹാബിറ്റ്സും എല്ലാം ഫോളോ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനം നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ഈക്വലി ചേർന്നാണ്. കോൺഷ്യസ് മൈൻഡിന്റെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെയും ഇന്ററാക്ഷൻസ് നന്നായി നടക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലും മൈൻഡ് പവറും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അതായത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒരുമിച്ച് ഉപയോഗിക്കുന്ന തരത്തിൽ ബ്രെയിനിനെ പ്രവർത്തനക്ഷമമാക്കിയാൽ, അതിനുള്ള വിദ്യ നമ്മൾ പഠിച്ചെടുത്താൽ എന്ത് കാര്യത്തിലും നമുക്ക് സക്സസ് ആവാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിന്റെ ഈ മാജിക്കൽ പവർ, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ ശക്തി ഉപയോഗപ്പെടുത്തുക? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആദ്യം എത്തിക്കണം. അതിനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിക്കുക എന്നതാണ്. എന്താണോ ചിന്തിക്കുന്നത്, എന്ത് ചിന്തകളാണോ നമ്മുടെ ഉള്ളിൽ ആവർത്തിക്കപ്പെടുന്നത്, അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുക. നമ്മുടെ ലക്ഷ്യത്തെയും ആഗ്രഹത്തെയും എളുപ്പം കടത്തിവിടാനായി നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗമുണ്ട്. അതായത് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹത്തെ മനസ്സിലേക്ക് എത്തിക്കുക. ശാന്തമായിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ രാവിലെ ഉണർന്ന ഉടനെയോ അല്ലെങ്കിൽ എല്ലാ ജോലികളും കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിന് മുൻപോ ആവാം. ഉറങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് 95% ആക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിലേക്കൊക്കെ കടന്ന് ഫുൾ ഓൺ ആയിരിക്കുന്ന സമയത്ത് വെറും 75% മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. അതിനാലാണ് ഈ സമയം തന്നെ, അതായത് രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിനു മുൻപും ബ്രെയിൻ പ്രോഗ്രാമിംഗ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അത് വീണ്ടും വീണ്ടും വായിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഒരു പേപ്പറിൽ വീണ്ടും വീണ്ടും എഴുതുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പല ആവർത്തി നിങ്ങളുടെ ആഗ്രഹം എഴുതുകയും അത് വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെ പറയുകയും കേൾക്കുകയും വായിക്കുകയും മാത്രം പോരാ, നമ്മളത് വിഷ്വലൈസ് ചെയ്യുകയും വേണം. നിങ്ങൾക്കൊരു സിംഗർ ആവാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് പാട്ടുപാടുന്നതും വളരെ ഫേമസ് ആയ മറ്റ് സിംഗേഴ്സിന്റെ ഒപ്പം നിൽക്കുന്നതും ഒരുപാട് അവാർഡുകൾ വാങ്ങുന്നതും ഫേമസ് ആവുന്നതും ഒക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അത് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ നിങ്ങളുടെ ശരീരത്തിലുണ്ടാവും. നിങ്ങൾ ആ ഇമോഷൻ അനുഭവിച്ചറിയും. ഒരു അവാർഡ് വാങ്ങുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആയതുപോലുള്ള ഒരു ഫീൽ നിങ്ങൾക്കപ്പോൾ ലഭിക്കും. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്ട്രോങ് ആക്കും. നിങ്ങൾ ആ കൊടുത്ത മെസ്സേജ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡാവും. അതോടെ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് മുൻപ് ആവേശത്തോടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ വരും. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിലൂടെയാണ്. ചില ആളുകൾ ജീവിതത്തിൽ എല്ലാ കാലവും ഒരു ഉയർച്ചയുമില്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേസമയം ചില ആളുകൾ വേണ്ടതിനേക്കാൾ അപ്പുറം സമ്പത്തും നേട്ടങ്ങളും ജീവിതത്തിൽ കൈവരിക്കുന്നതും കാണാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതും
നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മൈൻഡിന്റെ പവർ കൊണ്ടാണ്. അവരെന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത്, എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, എത്രമാത്രം അവർ പോസിറ്റീവാണ്, അവർക്ക് അവരുടെ മൈൻഡിനെ പോസിറ്റീവാക്കി നിലനിർത്താൻ സാധിക്കുന്നോ അത്രമാത്രം അവർ ജീവിതത്തിൽ ഉയരുകയും സക്സസ് ആവുകയും നല്ല നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എല്ലാ കാലവും നിങ്ങൾ വിഷമിക്കുന്നതെന്നും ഒരേപോലെ ജീവിക്കുന്നതെന്നും? അതിനുള്ള ഉത്തരം ഇത്രമാത്രമാണ്. നിങ്ങൾ ഇന്നു മുതൽ പോസിറ്റീവായി മാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആവുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുന്ന പോസിറ്റീവ് വൈബ്രേഷൻസ് ഈ യൂണിവേഴ്സുമായി കണക്റ്റഡ് ആവും. അപ്പോൾ ഈ ലോകം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി ഒപ്പം നിൽക്കും. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഞാൻ എൻ്റെ മൈൻഡ് പവറിനെ നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തണോ അതോ വിഷമങ്ങളും വേദനകളും മാത്രമാണോ അട്രാക്റ്റ് ചെയ്യേണ്ടതെന്ന്. ചാപ്റ്റർ 4 സീക്രട്ട് ടു ഡിസ്ട്രോയ് നെഗറ്റീവ് തോട്ട്സ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവങ്ങളും അസുഖങ്ങളും ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇവയൊക്കെ തന്നെയാണ് നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കണോ നെഗറ്റീവാക്കണോ എന്ന് തീരുമാനിക്കുന്നതും. എല്ലാവർക്കും ഒരു റൂട്ടീൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വാർത്ത കാണുന്ന ആളായിരിക്കാം. രാവിലെ നിങ്ങൾ കാണുന്ന ഒരു വാർത്ത വളരെ നെഗറ്റീവായിട്ടുള്ള വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ പോയി എന്ന് പറയാം. അന്നത്തെ ദിവസം മുഴുവൻ നമുക്കൊരു സങ്കടവും മൂഡ് ഓഫും ഒക്കെ ആയിരിക്കും. എന്ത് ചെയ്താലും അത് ശരിയാവാത്ത പോലെ. എന്താണ് ഇവിടെ പോസിറ്റീവായിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ രാവിലെ കാണുന്ന വാർത്തകൾ അത് നല്ല വാർത്തകളായിരിക്കാൻ ശ്രദ്ധിക്കുക. അതെ, നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി നിലനിർത്താൻ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് മാത്രം മാറ്റുക എന്നതാണ്. ഏതൊരു മനുഷ്യനും സ്വാഭാവികമായി ഭയവും ആശങ്കയും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. എന്തിനെയാണ് ഞാൻ ഭയക്കുന്നത്, എന്തിനാണ് ഒരു കാര്യത്തിൽ എനിക്ക് ആശങ്ക എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക. ഭയക്കുന്ന കാര്യം ചിലപ്പോൾ വളരെ നിസ്സാരമായ ഒന്നായിരിക്കും. അതിനുള്ള പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്താനും സാധിക്കും. അങ്ങനെ ഏത് വിഷയത്തിനെയും അപ്രോച്ച് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റുക. നിങ്ങൾക്കും പോസിറ്റീവ് ആകാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിക്കുക. അതേസമയം നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ വിഷമിച്ചും ദുഃഖിച്ചും എല്ലാ കാലവും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതുമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ വിഷമമോ പേടിയോ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എഴുതി വെക്കുകയാണ്. ചിലർക്ക് മറ്റൊരാളോട് തന്റെ വിഷമങ്ങൾ പറഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടാറുണ്ട്. എന്നാൽ പലരും ഇത് മറ്റൊരാളോട് പങ്കുവെക്കാതെ മനസ്സിൽ കൊണ്ടു നടന്ന് പെരുപ്പിച്ച് അവനവന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഇല്ലാതാക്കുകയാണ് പതിവ്. നിങ്ങൾക്ക് പങ്കുവെക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് എഴുതി വെക്കുക. നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ എഴുതി വെക്കുക. എന്തിനെയാണ് നിങ്ങൾ പേടിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ടെൻഷൻ, എന്താണ് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്നുള്ളതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ കാര്യങ്ങളെക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരത്തെ സംഭവിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നും അറിയില്ല. അപ്പോൾ ഇത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം പാഴാക്കി കളയുന്നത് എന്ന് തന്നെ എന്ന് ചിന്തിക്കുക. തീർച്ചയായും ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ ജീവിതവും ചിന്തകളും പാഴാക്കി കളയാതിരിക്കുക. നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്താനുള്ള ഒരേയൊരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ പരിപൂർണമായി പോസിറ്റീവായി മാറുക എന്നത് മാത്രമാണ്. ഇന്നു മുതൽ ഞാൻ എന്ത് കാര്യത്തെയും നല്ല രീതിയിൽ കാണും, നല്ല കാര്യങ്ങളെ ചിന്തിക്കൂ, നല്ല കാര്യങ്ങളെ പറയൂ എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക. ആദ്യം ഇത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. പോകെ പോകെ നിങ്ങളിത് പരിശീലിച്ചെടുത്താൽ ഇത് നിങ്ങളുടെ ശീലമായി മാറും. ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളോടൊരു വിഷമം പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, ഒക്കെ ശരിയാവും, അങ്ങനെ പറയാനുള്ള ആശ്വസിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. അതുതന്നെയാണ് പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിനെയും
പോസിറ്റീവായി കാണുക. ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ ഇതും കടന്നു പോകും എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതിനെയും മറികടക്കും. നിങ്ങൾക്കതിനു മാത്രം ശക്തിയുണ്ട്. എനിക്ക് ഹെൽത്തിയായി ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ചിന്തിക്കുക. 1 വർഷത്തിനപ്പുറമുള്ള ആരോഗ്യവാനായ, സന്തോഷവാനായ, സമ്പന്നനായ നിങ്ങളെ തന്നെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. ആ ആളിലേക്ക് എത്താനായി ഇന്നു തന്നെ വളരെ പോസിറ്റീവായ ചിന്തകളോടെ ജീവിച്ചു തുടങ്ങുക. നെഗറ്റീവായ ചിന്തകളെ അകറ്റി നിർത്തുകയും പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തോട്, നമ്മളോട്, നമുക്ക് ചുറ്റുമുള്ളവരോട്, എല്ലാവരോടും നന്ദി പറയുന്നതാണ്. നമ്മളെക്കാൾ എത്രയോ വിഷമിക്കുന്നവരുണ്ട് നമുക്ക് ചുറ്റും. ഒരു വീടില്ലാത്തവർ, നടക്കാൻ കഴിയാത്തവർ, കണ്ണ് കാണാത്തവർ, കടക്കെണിയിൽ അകപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നവർ, അങ്ങനെ പലരും. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ലഭ്യമായ സൗഭാഗ്യങ്ങളിൽ ഈ ലോകത്തോട് നന്ദി പറയുക. ഈ യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നതിൽ നന്ദി പറയുക. നിങ്ങൾ ആരോഗ്യവാനായിരിക്കുന്നതിൽ നന്ദി പറയുക. നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബമുള്ളതിൽ, നിങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു വീടുള്ളതിൽ, നിങ്ങളുടെ പോക്കറ്റിൽ ഒരു 100 രൂപയെങ്കിലും ഉള്ളതിൽ നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് നന്ദി പറയുക. അങ്ങനെ എന്തെങ്കിലും ഒരു 5 കാര്യത്തിൽ നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞു നോക്കൂ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങളെ എത്രമാത്രം പോസിറ്റീവാക്കുമെന്ന് അനുഭവിച്ചറിയാം നിങ്ങൾക്ക്. ഇത് ഒരു ശീലമാക്കി മാറ്റാൻ ശ്രമിക്കുക. രാവിലെ ഉണർന്നയുടൻ നിങ്ങൾ ആഗ്രഹത്തെ മനസ്സിൽ നിരന്തരം ആവർത്തിച്ച് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് കൂടി ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾ പരിശ്രമിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ചിന്തകളിലും നിങ്ങൾ അത്തരമൊരു വ്യക്തിയെ കാണുക. നിങ്ങൾ സമ്പന്നനാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സമ്പന്നനായ നിങ്ങളെ തന്നെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുക. ഉറങ്ങുമ്പോഴുണ്ടാവുന്ന സ്വപ്നം മാത്രമല്ല, ഉണർന്നിരിക്കുമ്പോഴും അവയെക്കുറിച്ച് ചിന്തിക്കുക, നിരന്തരം ചിന്തിക്കുക. ഇതുതന്നെയാണ് വിഷ്വലൈസേഷൻ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായി ആ ചിന്തകളിൽ മുഴുകട്ടെ. അപ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൽ ആ ഇമോഷൻസ് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടാവാറില്ലേ? ആ സന്തോഷം നിങ്ങളുടെ ശരീരത്തിലും പ്രതിഫലിക്കും. ഇതുപോലെ വിഷ്വലൈസേഷനിലൂടെ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റപ്പെടുമ്പോഴുണ്ടാവുന്ന സന്തോഷം നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ യഥാർത്ഥ ഇമോഷൻ തന്നെയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ലഭിക്കുന്നത്. ഈ സന്തോഷം നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കുകയും യൂണിവേഴ്സിലെ അതേ ഫ്രീക്വൻസിയുമായി ചേരുന്ന എനർജിയോട് അത് ചേരുകയും ചെയ്യും. പതുക്കെ നിങ്ങളിലേക്ക് ആ ആഗ്രഹം എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ചിന്തകളെ പോസിറ്റീവാക്കി നിർത്തുന്നതിൽ ശ്രദ്ധ കൊടുക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. നെഗറ്റീവ് തോട്ട്സിനെ അകറ്റി നിർത്താനായാൽ നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും സക്സസ് ആവും. ചാപ്റ്റർ 5 ദി പവർ ഓഫ് അട്രാക്റ്റിംഗ് മണി ത്രൂ മൈൻഡ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ഇമാജിനേഷൻസും വിഷ്വലൈസേഷനും ഉപയോഗിച്ച് ലക്ഷ്യം നേടാൻ സാധിക്കുമെന്നാണ് പവർ ഓഫ് മൈൻഡ് പറയുന്നത്. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നതെന്ന് തിരിച്ചറിയുക. ഇനിയും ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിഷ്വലൈസേഷൻ ടെക്നിക് പരിപൂർണ മനസ്സോടെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. എങ്ങനെയാണ് സമ്പന്നനാവുക? നിങ്ങളിലേക്ക് എങ്ങനെയാണ് സമ്പന്നതയെ അട്രാക്ട് ചെയ്യുക? ഐ ആം റിച്ച്, ഐ ആം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന അഫർമേഷൻസ് ഇതിങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ പണക്കാരനാവുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ പറയുമ്പോൾ പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കോൺഷ്യസ് ആവുന്നു. നിങ്ങൾ ഈ അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ പണം സമ്പാദിക്കാനുള്ള വഴികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ ബിസിനസ് ഐഡിയ, പുതിയ പ്ലാൻസ് ഒക്കെ മുന്നിൽ തെളിയും. നിങ്ങളുടെ കൂട്ടുകാരോട് പോലും ചിലപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലും.
മുന്നിൽ വരുന്ന അവസരങ്ങളെ മിടുക്കോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ചിന്തകളിലൂടെ. ഈ മാറ്റമാണ് നിങ്ങളെ സമ്പന്നതയിലേക്ക് നയിക്കുക. നിങ്ങൾക്ക് സമ്പന്നനാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പണം സേവ് ചെയ്യാൻ തുടങ്ങണം. ഓരോ ദിവസവും ചെലവിന് മാത്രം സമ്പാദിക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് വലിയ തുക സേവ് ചെയ്യാൻ സാധിക്കുക, അല്ലേ? അപ്പോൾ നിങ്ങൾ സമ്പന്നനാവുക എന്നൊരാഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ, പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറയുമ്പോൾ തീർച്ചയായും പല വഴികൾ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കും. നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആ ആഗ്രഹം നിങ്ങളെ ചെന്ന് എത്തിക്കുക ഏതെങ്കിലും അവസരങ്ങളിലേക്കായിരിക്കും. അവസരങ്ങൾ നല്ലതോ ചീത്തയോ എന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ മുന്നിൽ വരുന്ന അവസരങ്ങളെ നിങ്ങൾക്ക് നിസ്സാരമായി തള്ളിക്കളയാതെ അവയെ പ്രയോജനകരമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇതാണ് ഇത്തരം അഫർമേഷൻസ് ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും ഗുണം എന്ന് പറയുന്നത്. മനസ്സ് പറയുന്നത് കേൾക്കൂ എന്ന് പറയാറില്ലേ? നിങ്ങൾ മനസ്സ് പറയുന്നത് കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വഴികൾ തുറന്നു വരും. മനസ്സ് പറയുന്നത് എനിക്ക് സമ്പന്നനാകണം, എനിക്ക് ഒരുപാട് പണം സമ്പാദിച്ച് സന്തോഷത്തോടെ സുഖമായി ജീവിക്കണം, എൻ്റെ ഫാമിലി കഷ്ടപ്പാടുകൾ അറിയാതെ ജീവിക്കണം, ഇനിയുള്ള കാലം സുഭിക്ഷമായി കഴിയണം എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്തകളെങ്കിൽ തീർച്ചയായും ആ ചിന്തകളുടെ പ്രതിഫലനം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മുന്നിലെത്തുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ഇതുതന്നെയാണ് നിങ്ങളെ സമ്പന്നതയിലേക്ക് എത്തിക്കുക, നിങ്ങളെ പണക്കാരനാക്കി മാറ്റുക. നിങ്ങൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡാവും. ആ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളെ കൊണ്ട് പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾ സമ്പന്നനാവണം, സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നിരന്തരം ചിന്തിക്കുക. ആ ചിന്തകൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിറഞ്ഞ് നിങ്ങളെ കൊണ്ട് അതിനു വേണ്ട ആക്ഷൻസ് എടുപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നേടുകയും ചെയ്യും. ചാപ്റ്റർ 6 ഹീലിംഗ് യുവർ ബോഡി വിത്ത് മൈൻഡ് പവർ. ഏത് അസുഖത്തെയും ചെറുക്കാനുള്ള മാനസിക ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡിന് അത്രമാത്രം പവർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഏത് അസുഖത്തെയും ചെറുക്കാനാവുമെന്നാണ് പവർ ഓഫ് മൈൻഡ് പറയുന്നത്. രോഗം എന്തുമാകട്ടെ, നിങ്ങൾക്ക് ജീവിക്കാൻ ഡോക്ടർമാർ വിധിച്ചിരിക്കുന്ന കാലാവധി എത്രയുമാകട്ടെ, നിങ്ങൾ അതിനെ അതിജീവിച്ചിരിക്കും. അതിനു വേണ്ടത് ഇത് മാത്രമാണ്: നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കുക, മൈൻഡ് പവർ നിങ്ങൾ തിരിച്ചറിയുക. ഏത് രോഗാവസ്ഥയിലാണെങ്കിലും രോഗമുക്തി നേടുന്നതും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതും ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ നടന്നു ചെല്ലുന്നതും നിങ്ങൾ സ്വപ്നം കാണുക. രോഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഇത്തരം ചിന്തകൾ ഉണ്ടാക്കുന്ന പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പോസിറ്റീവാക്കി നിർത്തും. അസുഖത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല നല്ല സിനിമകൾ കാണുക, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് ചിത്രം വരയ്ക്കുക, ക്രാഫ്റ്റ് ചെയ്യുക, അത്തരത്തിലുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പതുക്കെ പതുക്കെ നിങ്ങളുടെ ശരീരവും ഈ രോഗത്തെക്കുറിച്ച് മറന്നു തുടങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒരു ഹീലിംഗ് സ്റ്റേറ്റിലേക്ക് എത്തും. ചിലർ പറയാറില്ലേ, ഓഹ് എനിക്ക് തലവേദനിക്കുന്നുണ്ട്, പക്ഷെ അത് ശ്രദ്ധിച്ചാൽ തലവേദന കൂടെയുള്ളൂ, അതുകൊണ്ട് ശ്രദ്ധിക്കണ്ട എന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നാം, പക്ഷേ അത് അവരുടെ ഒരു ടെക്നിക്കാണ്. നമ്മൾ എന്തിലാണോ കൂടുതൽ കോൺഷ്യസ് ആവുന്നത് അപ്പോൾ അത് കൂടി വരുന്നതായി തോന്നും. അത് സത്യമാണ്. നമ്മൾ വേദനകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ വിഷമങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ അത് കൂടി വരികയുള്ളൂ. അതേസമയം നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കുന്നത് സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാനുമാണെങ്കിൽ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഹീലിംഗ് എന്ന് പറയുന്നതും ഇതുപോലെയാണ്. നിങ്ങൾ അസുഖത്തെക്കുറിച്ച് വളരെ ബോധേഡാവുമ്പോൾ അസുഖം കൂടി വരികയാണ് ചെയ്യുക. അതേസമയം നിങ്ങൾ ഒരു രോഗിയല്ല എന്ന് സ്വയം വിശ്വസിക്കുക. നിങ്ങൾ ഓരോ ദിവസവും ആരോഗ്യവാനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്വയം വിശ്വസിപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ഓരോ ദിവസവും ആരോഗ്യവാനായി കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും പതുക്കെ സുഖപ്പെടുത്തും. ഇങ്ങനെ പറയുന്നത് മരുന്ന് വേണ്ട, ഡോക്ടറെ കാണണ്ട എന്നൊന്നുമുള്ള ഉദ്ദേശത്തിലല്ല.
പകരം നിങ്ങളുടെ മനസ്സും ശരീരവും അതുപോലെ തന്നെ മരുന്നും ഈക്വലായി പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൽ ഹീലിംഗ് ആരംഭിക്കുക. ഇത് മനസ്സിലാക്കി എന്ത് അസുഖം വരുമ്പോഴും രോഗത്തിന് ചികിത്സ നേടുന്നതിനൊപ്പം തന്നെ പോസിറ്റീവായിരിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും ശ്രദ്ധിക്കുക. രോഗമെന്ന് പറയുന്നത് ശരീരത്തിന്റെ അസുഖം മാത്രമല്ല, മനസ്സിനും രോഗം വരാം. മെന്റൽ ഹീലിംഗും വളരെ പ്രധാനമാണ്. നമുക്ക് ജീവിതത്തിൽ മുൻപുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കാലാകാലം നമ്മൾ ആ അനുഭവങ്ങളെ ഉള്ളിൽ കൊണ്ടു നടന്ന് നമ്മളെ അത് കുത്തി നോവിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളെ എല്ലാ കാലം വിഷമിപ്പിക്കുന്ന വേദനകളെ എന്തിനാണ് ജീവിതകാലം മുഴുവൻ ഒപ്പം കൊണ്ടു നടക്കുന്നത്? ആ വേദനകളെ വഴിയിൽ ഉപേക്ഷിക്കുക. അതിനെ മറികടക്കാനുള്ള ഒരു മെന്റൽ പവർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെ നോവിച്ചവരോടും നിങ്ങൾ ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും താഴ്ന്നു പോവുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് ആണ് നടക്കുന്നത്. നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുകയാണ് ചെയ്യുക. നിങ്ങളുടെ വിഷമങ്ങളെയും വേദനകളെയും നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുക. ജീവിതത്തിൽ നിസാര കാര്യങ്ങൾക്കായി വേദനിക്കാതെ ഇന്ന് നിങ്ങൾക്കുള്ള സന്തോഷത്തിലും ജീവിതത്തിൽ സംഭവിച്ച നല്ല നല്ല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ ചിന്തകളെയും ജീവിതത്തെയും പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഓഡിയോപീഡിയ ഇന്നിവിടെ സമ്മറൈസ് ചെയ്തത് പവർ ഓഫ് മൈൻഡ് എന്ന പുസ്തകമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ബുക്ക് സമ്മറിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.